ജൂൺ 25 അർദ്ധരാത്രിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ എല്ലാവരെയും കൽത്തുറുങ്കിൽ അടച്ചു. പത്രമാരണ നിയമം നടപ്പിലാക്കി. പത്രമാധ്യമങ്ങൾക്ക് ഗവൺമെന്റ് എന്ത് പറയുന്നോ അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ള നിലയ്ക്ക് നിയമം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ 2 കരിനിയമങ്ങൾ അവർ കൊണ്ടുവന്നു. ഒന്ന് പ്രധാനമായിട്ടും ഒന്ന് മിസ എന്ന് പറയുന്നത് MISA മിസ എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം. അതിൽ വളരെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ ക്രമം അനുസരിച്ച് നിലനിൽക്കുന്ന ക്രിമിനൽ നിയമം അനുസരിച്ച് ഒരു കൊലപാതകിയെ പോലും കൊലക്കുറ്റം ചെയ്താൽ പോലും അയാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിന് മുമ്പ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം എന്നുള്ള നിയമം നിലവിൽ നിൽക്കെ മിസ പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ വർഷങ്ങളോളം അയാളെ കോടതിയിൽ ഹാജരാക്കാതെ ജയിലിൽ പാർപ്പിക്കാം. ഒരു കോടതിയുടെ മുൻപിലും ഹാജരാക്കേണ്ടതില്ല എന്നുള്ള നിലയ്ക്ക് മിസ എന്ന് പറയുന്ന ഒരു കരിനിയമം ഉണ്ടാക്കി. രണ്ടാമത്തെ ഒരു നിയമം DIR എന്ന് പറയുന്ന ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പറയുന്ന ഒരു കരിനിയമം അതുണ്ടാക്കി. ഈ 2 കരിനിയമങ്ങൾ കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് അടിയന്തരാവസ്ഥ എന്നുള്ള ആ ഒരു അവസ്ഥയെ ഇന്ദിരാഗാന്ധി കൈകാര്യം ചെയ്തത്.